Hi friends, welcome to today's class. In this lesson, we are going to learn the difference between did you and were you. Both are used for the past, but they are not the same. Did you is used to ask about past actions and were you is used to ask about past situations. By the end of this class, you will clearly understand how to use both correctly. Let's get started. പലർക്കും കൺഫ്യൂഷനാണ്. ഡിഡ് യു വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണോ അതോ വേർ യു വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണോ, ഇതിന്റെ യൂസേജ് എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, അപ്പൊ എന്റെ ലാസ്റ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണണേ. ഇന്നത്തെ ക്ലാസ് ഡേ 20 ആണ്. ലാസ്റ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഈ ഡിഡ് യു നമ്മൾ വെക്കുന്നതേ പാസ്റ്റില് ഒരാള് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡിഡ് യു വെക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് പാസ്റ്റിൽ കഴിഞ്ഞ കാലത്ത് ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്തോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡിഡ് യു യൂസ് ചെയ്യാം. അപ്പോ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിഡിന് ശേഷം സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റിന് ശേഷം നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഇതൊന്ന് കെയർ ചെയ്താൽ മതി. അപ്പൊ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ അല്ലെ? വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് എന്ത്? ഈറ്റ്. ഇനി നീ ഇന്നലെ എന്നെ വിളിച്ചോ? ഡിഡ് യു കോൾ മീ യെസ്റ്റർഡേ? ഡിഡ് യു കോൾ മീ യെസ്റ്റർഡേ? നീ ഇന്നലെ എന്നെ വിളിച്ചോ? അപ്പൊ ഡിഡിന് ശേഷം എന്ത് വരണം? സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് കോൾ. ഓക്കെ, ഡിഡ് യു കോൾ മീ യെസ്റ്റർഡേ? നീ നിന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തോ? Did you finish your homework? Did you finish your homework? നീ നിന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തോ? അപ്പൊ എങ്ങനെയാണ് നമ്മള് Did you finish your homework? നീ ഇന്നലെ സ്കൂളിൽ പോയോ? Did you go to school? Did you go to school yesterday? നീ ഇന്നലെ സ്കൂളിൽ പോയോ? അപ്പൊ നമ്മള് യെസ്റ്റർഡേ ഇങ്ങനെയുള്ള ടൈം എന്തെങ്കിലും പറയുമ്പോഴേ സെന്റൻസിന് ലാസ്റ്റ് വെക്കുന്നതാണ് നല്ലത്. ലാസ്റ്റ് ആണ് വെക്കുക. Did you go to school yesterday? അപ്പൊ ഡിഡ് യുന്റെ യൂസേജ് നമ്മൾ മനസ്സിലാക്കി. ഇനി വേർ യു എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. വേർ യു അതായത് പാസ്റ്റിലെ ഒരു സ്റ്റേറ്റ്, ഒരു കണ്ടീഷൻ, അവസ്ഥ പറയാനാണ് നമുക്ക് വേർ യു വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോ എവിടെയായിരുന്നു, എന്തായിരുന്നു അവസ്ഥ, എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? അത് നമുക്ക് വേർ യു വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. നീ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നോ? were you at home yesterday? were you at home yesterday? നീ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നോ? നിനക്ക് കഴിഞ്ഞ ദിവസം അസുഖമായിരുന്നു? were you sick last day? were you sick last day? കഴിഞ്ഞ ദിവസം നിനക്ക് അസുഖമായിരുന്നു. നീ രാവിലെ ബിസി ആയിരുന്നു? were you busy in the morning? were you busy in the morning? നീ രാവിലെ ബിസി ആയിരുന്നോ എന്ന് ചോദിക്കാം. ഇനി നീ ഇന്നലെ സ്കൂളിലായിരുന്നോ? were you at school yesterday? were you at school yesterday? അപ്പൊ ഇതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി നമുക്ക് എവിടെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പൊ എന്താണ് ഡിഡ് യു? ഡിഡ് യു നമ്മൾ ചോദിക്കുന്നത് പാസ്റ്റിലെ ഒരാള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാൻ ഡിഡ് യു വെക്കാം. എന്നാൽ were you ഒരു അവസ്ഥ, ഒരു കണ്ടീഷൻ, എങ്ങനെയാണ്, എവിടെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് were you വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, I hope you practice well. Then, if you like this video, please do share, like, and subscribe my channel.